നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബൈക്ക് യാത്രക്കാരനായ ഭക്ഷണ വിതരണ ജീവനക്കാരൻ കാറിടിച്ചു മരിച്ച സംഭവത്തിൽ ഭാര്യയെ രക്ഷിക്കാനുള്ള മനോജ് കുമാർ എന്ന കളരിയാശാന്റെ ശ്രമം പൊളിച്ചത് തെളിവ് നശീകരണ ശ്രമമാണ്. അതിദാരുണമായിട്ടാണ് ഒരു മനുഷ്യത്വവുമില്ലാതെ ചെറിയൊരു തർക്കത്തിൽ തുടങ്ങിയത് പിന്നീട് ഒരു കൊലപാതകത്തിൽ കലാശിച്ചത്. ദമ്പതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ദർശൻ എന്ന യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മലയാളികളായ കളരിപ്പയറ്റ് പരിശീലകനായ മനോജ് കുമാർ 32 വയസ്സ്, ഭാര്യ ആരതി ശർമ്മ 30 എന്നിവരാണ് അറസ്റ്റിലായത്. ഒക്ടോബർ 25-നായിരുന്നു സംഭവം നടന്നത്. റോഡ് അപകടം എന്ന് കരുതിയ സംഭവം CCTV പരിശോധനയിലാണ് ക്രൂരമായ കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. പുട്ടണഹള്ളി ശ്രീരാമ ലേഔട്ടിലാണ് സംഭവം നടന്നത്. ബൈക്ക് കാറിന്റെ കണ്ണാടിയിൽ തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. തർക്കത്തിനൊടുവിൽ ക്ഷമാപണം നടത്തിയ ദർശൻ ഭക്ഷണ വിതരണത്തിനായി പോയി. എന്നാൽ മനോജ് കുമാർ ബൈക്കിനെ പിന്തുടരുകയായിരുന്നു. അമിത വേഗത്തിൽ കാർ ബൈക്കിന്റെ പിന്നിലിടിച്ചു. ഇത് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. മനോജ് കുമാറിനെ കസ്റ്റഡിയിലെടുത്തു. ഈ ഘട്ടത്തിൽ ഭാര്യയെ രക്ഷിക്കാനും മനോജ് ശ്രമിച്ചു. താൻ ഒറ്റയ്ക്കാണ് കാറിൽ സഞ്ചരിച്ചതെന്നും മനോജ് പോലീസിന് മൊഴി നൽകിയത്. കാറിന്റെ ഭാഗങ്ങൾ എടുക്കാനായാണ് ആരതി സ്ഥലത്തേക്ക് വന്നതെന്നും മൊഴിയിലുണ്ടായിരുന്നു. ഇത് കൊലക്കുറ്റത്തിൽ നിന്നും ഭാര്യയെ രക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ മുഖം മൂടി ധരിച്ച് കാറിന്റെ ഭാഗങ്ങൾ എടുക്കാനെത്തിയ ഭാര്യയും തെളിവ് നശീകരണത്തിൽ പങ്കാളിയായി. ഈ സാഹചര്യത്തിലാണ് അറസ്റ്റ്. അപകടം ഉണ്ടാകുമ്പോൾ ഭാര്യ വാഹനത്തിലുണ്ടായിരുന്നോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട ദർശൻ അവിവാഹിതനാണ്. മാതാപിതാക്കൾക്കും സഹോദരിക്കുമൊപ്പമാണ് താമസം. അപകടശേഷം നാട്ടുകാർ ദർശനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദർശന്റെ സഹോദരി JP നഗർ ട്രാഫിക് പോലീസിൽ പരാതി നൽകി. സംഭവ സ്ഥലത്തെ CCTVകൾ പരിശോധിച്ചപ്പോഴാണ് അപകടത്തിലെ മിനിറ്റുകൾക്ക് മുമ്പ് ബൈക്ക് യാത്രക്കാരനുമായി ദമ്പതികൾ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. അപകട സ്ഥലത്ത് ബൈക്കിൽ ഇടിച്ചപ്പോൾ ഇളകി വീണ കാറിന്റെ ചില ഭാഗങ്ങൾ എടുക്കാനായി ഇരുവരും തിരികെ സ്ഥലത്തെത്തിയതും CCTVയിൽ പതിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദമ്പതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. കാറിന്റെ ഭാഗങ്ങൾ വെച്ച് തങ്ങളെ പിടികൂടാതിരിക്കാനായിരുന്നു ഈ കരുതൽ. എന്നാൽ അത് തെളിവായി മാറുകയും ചെയ്തു. കൊല്ലപ്പെട്ട ദർശൻ തന്റെ സുഹൃത്ത് വരുണിനോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് മനോജ് കുമാർ, ഭാര്യ ആരതി ശർമ്മ എന്നിവർ സഞ്ചരിച്ച കാറിന്റെ മിററിൽ തട്ടിയത്. തുടർന്ന് ദമ്പതികൾ 2 കിലോമീറ്ററോളം യുവാക്കളെ ബൈക്ക് പിന്തുടരുകയും ഇടിച്ചു വീഴ്ത്തുകയുമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ദർശനും വരുണും റോഡിൽ നിന്ന് തെറിച്ചു വീഴുകയായിരുന്നു. ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റു. CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ കോപാകുലരായ ദമ്പതികൾ മോട്ടോർ സൈക്കിളിൽ പിന്തുടരുകയും ഇരുവരെയും ഇടിച്ചു വീഴ്ത്തിയതിന്റെയും ദൃശ്യങ്ങളും കണ്ടെത്തി. അപകടത്തെ തുടർന്ന് ദമ്പതികൾ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് മുഖംമൂടി ധരിച്ച് തിരിച്ചെത്തുകയായിരുന്നു. കാർ ഇടിച്ചു വീഴ്ത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇടിച്ചു വീഴ്ത്തണം എന്ന ലക്ഷ്യത്തോടെയാണ് ദമ്പതികൾ ബൈക്കിന് പുറകെ വിട്ടതെന്നും പോലീസ് പറഞ്ഞു. ഇതിനായി ആദ്യം അവസരം ഒത്തെങ്കിലും നടന്നില്ല. പിന്നീട് U-ടേൺ എടുത്തു വന്നാണ് ബൈക്കിന് പുറകിൽ ഇടിച്ചത്. ശേഷം സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞ ദമ്പതികൾ അല്പസമയം കഴിഞ്ഞ് മാസ്ക് ധരിച്ച് തിരിച്ചെത്തി തകർന്നു വീണ കാറിന്റെ ഭാഗങ്ങൾ എടുത്ത് മടങ്ങുകയും ചെയ്തു. അപകട മരണം എന്ന നിലയ്ക്കാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീടാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത്. തുടർന്ന് കുമാറിനും ശർമ്മയ്ക്കുമെതിരെ കൊലപാതക കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. ദർശനെ കൊലപ്പെടുത്തിയ കുറ്റമാണ് മനോജ് കുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ നശിപ്പിക്കാൻ ഭർത്താവിനെ സഹായിച്ച കുറ്റത്തിനാണ് മനോജിന്റെ ഭാര്യ ആരതി ശർമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു നിസാര തമാശയിൽ നിന്ന് ഉടലെടുത്ത റോഡ് രോഷം ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് വളർന്ന ഈ സംഭവം റോഡുകളിലെ ക്ഷമയില്ലായ്മയുടെയും അതിന്റെ ഭയാനകമായ പ്രത്യാഘാതങ്ങളുടെയും ഗൗരവമായി ഓർമ്മപ്പെടുത്തലായി മാറുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ നിരവധിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു നിയമം അനുസരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വണ്ടികൾ ഓടിക്കുന്നവരും അത് ഒരാളുടെ ജീവൻ എടുക്കുന്നതിൽ ചെന്ന് അവസാനിക്കുന്നു. മാത്രമല്ല അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നവർ, റോഡിൽ വെച്ചുണ്ടാകുന്ന ചെറിയ തർക്കങ്ങൾ പിന്നീട് അത് കൊലപാതകമായി മാറുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള അപകടങ്ങൾക്കൊക്കെ തന്നെ അല്ലെങ്കിൽ കൊലപാതകങ്ങൾക്ക് ഒരു കുറവ് വരണമെന്നുണ്ടെങ്കിൽ നിയമം ശക്തമായേ പറ്റൂ. ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടി തന്നെ സ്വീകരിച്ചേ മതിയാകൂ.